ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ബൈ ലോങ് ഡിവിഷൻ മെത്തേഡാണ് പഠിക്കുന്നത്. വലിയ നമ്പേഴ്സ് ആകുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പോലും ടൈം കൺസ്യൂമിങ്ങോ ലെങ്തിയോ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യും. ഡിവിഷൻ മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ സ്ക്വയർ നമ്പറിൽ n ഡിജിറ്റ്സ് ഉണ്ട് വിചാരിച്ചോളൂ. ഇഫ് ദ സ്ക്വയർ നമ്പർ ഹാസ് n ഡിജിറ്റ്സ്, സ്ക്വയർ നമ്പറിൽ n ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും? സ്ക്വയർ റൂട്ട് will have n/2 digits എന്നാണ് പറയാം. if n is even. അല്ലെങ്കിലോ സ്ക്വയർ റൂട്ട് will have n+1/2 digits if n is odd. if the square number has n digits, സ്ക്വയർ നമ്പറിൽ n ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും? n/2 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. n ഈവൺ ആണെങ്കിൽ. അല്ലെങ്കിലോ n ഓഡ് ആണെങ്കിൽ n+1/2 ഡിജിറ്റ്സ് ആണ് സ്ക്വയർ റൂട്ടിൽ ഉണ്ടാവും. ഈ ഫാക്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡ് കാണാൻ പറ്റുന്നത്. നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 529 ആണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വൺസ് പ്ലേസ് മുതൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങും. 529 ആണ് തന്നത്. 529. അപ്പോൾ വൺസ് പ്ലേസ് മുതൽ നമ്മൾ 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാർ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ബാർ ഇവിടെ എന്താ? 5 ആണ്. 5-നെക്കാളും താഴെയുള്ള ഏറ്റവും വലിയ സ്ക്വയർ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ 5-നെക്കാളും താഴെയുള്ള ഏറ്റവും വലിയ സ്ക്വയർ നമ്പർ എത്രയാണ്? 4 ആണ്. 4 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 × 2 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 എഴുതും. 2 എന്നുള്ളത് നമ്മൾ ഡിവൈസർ ആയിട്ട് എഴുതും. ഇവിടെ കോഷ്യൻ ആയിട്ട് 2. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 × 2 = 4 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിമൈൻഡർ കണ്ടെത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അടുത്ത ബാറിന് നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതി വയ്ക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 129 എന്ന് കിട്ടും. ഈ 2-നെ നമ്മൾ ഇവിടേക്ക് എഴുതി വയ്ക്കും. 2-ന്റെ ഡബിൾ എടുക്കും. എത്രയാ? 4. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്ലാങ്ക് ഇട്ട് വയ്ക്കും. 4 ഇട്ടിട്ട് നമ്മൾ ഒരു ബ്ലാങ്ക് ഇട്ട് വയ്ക്കും. ഈ ബ്ലാങ്കിൽ എന്താ എഴുതേണ്ടത്? ഒരു നമ്പർ എഴുതാം. അത് സെയിം 3 ആണ് വിചാരിച്ചോളൂ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 43 × 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയോ അല്ലെങ്കിൽ ഈക്വൽ ആവുന്ന വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. 43 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 43 × 3 എന്ന് പറഞ്ഞാൽ 129 എന്നാണ് നമുക്ക് അറിയാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? അവിടെ 129 തന്നെ കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 43, ഇവിടെ 3 എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് 129 കിട്ടും. അപ്പോൾ റിമൈൻഡർ ഒന്നുമില്ല, 0. അപ്പോൾ നമ്മളുടെ സ്ക്വയർ റൂട്ട് ഓഫ് 529 എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 529 എന്ന് പറഞ്ഞാൽ 23 ആണ് നമുക്ക് കിട്ടി. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. ബാർ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. 2 എണ്ണം വീതം വൺസ് പ്ലേസ് മുതൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ കൺസിഡർ ചെയ്യാം. ലെഫ്റ്റ് മോസ്റ്റ് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ പോലും അതിന് ഒരു ബാർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ബാർ ആദ്യത്തെ ഡിജിറ്റിൽ നമുക്ക് മാക്സിമം സ്ക്വയർ എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്പർ എഴുതിയ അതാണ് നമ്മളുടെ ഡിവൈസർ. ഡിവൈസർ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ മൈനസ് ചെയ്യും. 2 × 2 ആണെങ്കിൽ 2 × 2 4 ആണെന്ന് കിട്ടി. 4 ഈ 5 - 4 കാൽക്കുലേറ്റ് ചെയ്ത് റിമൈൻഡർ 1 ആണെന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 2-ന്റെ ഡബിൾ എടുക്കും. കോഷ്യന്റിന്റെ ഡബിൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ എഴുതും 4. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്ലാങ്ക് അവിടെ ഇട്ട് കൊടുക്കും. ഇവിടെ 29-നെ നമ്മൾ താഴത്തേക്ക് എഴുതുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏത് വാല്യൂ ആണോ ഈ 129-നോട് അടുത്ത് വരുന്നത് അതിനനുസരിച്ചുള്ള നമ്പേഴ്സ് ഇവിടെയും എഴുതും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 129-നോട് അടുത്ത് 3 ആയതുകൊണ്ട് നമ്മൾ 43 × 3 അപ്പം 129 ആണ് കിട്ടും. അങ്ങനെ നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഡിവിഷൻ മെത്തേഡ് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക. പ്രോബ്ലംസ് ചെയ്ത് പോകണം. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4096-ന്റെ സ്ക്വയർ റൂട്ട് കാണാം. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 4096-നെ നമ്മൾ റൈറ്റിൽ നിന്ന് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വരും. ഇവിടെ 40-യും ഇവിടെ 96-നും ഗ്രൂപ്പ് ചെയ്ത് കിട്ടി. അടുത്തത് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. 40-നെക്കാട്ടും താഴെയോ അതിന് ഈക്വലോ ആയിട്ടുള്ള സ്ക്വയർ ഏതാണുള്ളത്? നമുക്കറിയുന്നത് 36 ആണുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 6 × 6 എന്ന് വരും.
36. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി, 96 കിട്ടി. കിട്ടിയല്ലേ? 4 എന്നാൽ ഇവിടെ റിമൈൻഡർ 4 അടുത്ത ബാറിന് 96 നമ്മൾ താഴത്തേക്ക് എഴുതി. അടുത്ത് എന്ത് ചെയ്യണം? 6ന്റെ ഡബിൾ എന്താ? 12 ആണ്. പിന്നെ നമ്മൾ ഒരു ബ്ലാങ്ക് ഇട്ട് വെച്ചു. 120 എത്രയോ വാല്യൂ ഇൻറ്റു എത്രയോ ആണ് 496 എന്ന്. 496ഓ അതിൻ്റെ താഴെയോ ഉള്ള വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 124 × 4 എന്ന് ചെയ്ത് നോക്കാം. 124 × 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 4s are 16. 1 2 4s are 8. 8 9 1 4s are 4. 496. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടി 496. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 124 × 4 എന്ന് കൊടുക്കും. 496. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. സ്ക്വയർ റൂട്ട് ഓഫ് 4096 എന്താണ്? 64 ആണ് നമ്മളുടെ ഉത്തരം. എസ്റ്റിമേറ്റ് ചെയ്യുന്ന നമ്പർ സ്ക്വയർ നമ്പറിൽ നമുക്ക് 3 ബാർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും? നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 3 ആയിരിക്കും. ABCDE ആണ് നമ്മളുടെ നമ്പർ എന്ന്, സ്ക്വയർ നമ്പർ എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്ത്? 2 എണ്ണം വീതമാണ് ഗ്രൂപ്പ് ചെയ്തത്. അപ്പം നമ്മൾ 3 ബാർസ് ആണെങ്കിൽ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും? 3 ഡിജിറ്റ് ആണ് ഉണ്ടാവുക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 729 ആൻഡ് 1296. ആദ്യം നമുക്ക് 729 നോക്കാം. 729 നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 729 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ബാർ ഇട്ടു. 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പായിട്ട് നമ്മൾ റൈറ്റ് മോസ്റ്റിന്ന് ബാർ ഇട്ടും ലെഫ്റ്റിലേക്ക് പോകും. അപ്പം നമുക്ക് 7 29 കിട്ടി. 7നെക്കാട്ടും താഴെ അതിന് ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ നമ്പർ ഏതാണ്? നമുക്ക് 4 ആണുള്ളത്. അപ്പം 2 × 2 ആണ് നമ്മളുടെ 4. നമുക്ക് 329 കിട്ടി. ഈ 2നെ നമ്മൾ ഡബിൾ ആക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4ന് ശേഷം നമ്മൾ ബ്ലാങ്ക് കിട്ടും. 4 ഒരു ബ്ലാങ്കും. ഈ ബ്ലാങ്ക് ഇൻറ്റു അതേ വാല്യൂ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 329 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 7 ഇട്ട് നോക്കാം. 47 × 7 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 47 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 7s are 49. 4 7s are എത്രയാണ്? 28. 28 + 2 329. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പം നമുക്ക് 329 എന്ന് കിട്ടും. ഇവിടെ എന്താ? 7 ഇവിടെയും 7. അപ്പോൾ 729ൻ്റെ റൂട്ട് എത്രയായിരിക്കും? 729ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 27 ആണ്. അടുത്തതായിട്ട് 1296 ആണ് നമ്മളോട് ചോദിച്ച ചോദ്യം. 1296. അപ്പോൾ 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പായിട്ട് നമ്മൾ ആദ്യം എഴുതി. അപ്പോൾ 12നെക്കാളും താഴെയുള്ള സ്ക്വയർ റൂട്ട് ഏതാണ്? 3 3 × 3 പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 396 എന്ന് നമുക്ക് കിട്ടും. എന്നിട്ടോ നമ്മൾ 3ൻ്റെ ഡബിൾ എന്താണ്? 3ൻ്റെ ഡബിൾ പറഞ്ഞാൽ 6 ആണ്. എന്നിട്ട് അതിന് ശേഷം ഒരു ബ്ലാങ്ക് ഇട്ട് വെക്കാം. 60 എത്രയോ ഇൻറ്റു ആ വാല്യൂ ഈക്വൽ ടു 60 എത്രയോ വാല്യൂ ഇൻറ്റു ആ വാല്യൂ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 396 എന്നാണ് പറയുന്നത്. 6 × 6 പറഞ്ഞാൽ 36 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 66 × 6 ചെയ്ത് നോക്കാം. 66 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. 3 6 6 36 39. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് 6 ഇവിടെയും കൂട്ടാം, ഇവിടെ 6 ഇട്ട് കൊടുക്കാം. 396 നമുക്ക് ഉത്തരം കിട്ടും. അപ്പം റൂട്ട് ഓഫ് 1296 എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 5607 so as to get a perfect square. Also find the square root of the perfect square. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? 5607 ഏത് നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ? എന്നിട്ടോ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ലോങ് ഡിവിഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 5607
നമ്മൾ രണ്ട് ഗ്രൂപ്പ് ചെയ്തു, 56ഉം 07. 56നെക്കാളും താഴെയുള്ളതോ അതിനോട് ഈക്വൽ ആയിട്ടുള്ളതോ ആയ സ്ക്വയർ ഏതാണ്? 49 ആണുള്ളത്. 49 നമുക്ക് എങ്ങനെ കിട്ടാം? 7 × 7 ആണ് 49. 56നോട് 707 ആണ് നമ്മളുടെ ഉത്തരം. 7 × 2 എത്രയാ? 14 ആണ്. 41 for something into something equal to or less than 707 എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5 ചെയ്ത് നോക്കാം. 145 × 5 എത്രയാണ്? 5 5 25, 2 4 5 20, 22, 2 1 5 5 7 25. 5 പറ്റില്ല. അപ്പം നമുക്ക് 4 ചെയ്താൽ 144 × 4, 4 4 16, 1 4 4 16, 71, 1 4 4 5 576, 576. അപ്പോൾ 144 × 4 ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് 170 - 57 എന്ന് പറഞ്ഞാൽ 13, 131 ആണ്. അപ്പോൾ ലീസ്റ്റ് നമ്പേഴ്സ് ടു ബി സബ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? ലീസ്റ്റ് നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ഫോം എ പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു 131. റിമൈൻഡർ 0 ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ ലീസ്റ്റ് നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റിമൈൻഡർ ആണ്. റിമൈൻഡർ നമ്മൾ പോക്കിയാൽ മതി. 131 കുറച്ചാൽ നമുക്ക് സ്ക്വയർ റൂട്ട് കിട്ടും. സ്ക്വയർ റൂട്ടിൻ്റെ എത്രയാ? 74 ആണ്. നമ്മളിവിടെ സ്ക്വയർ വെച്ചിട്ടില്ല, സ്ക്വയർ റൂട്ടാണ് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം നമ്മൾ 74 എന്ന് എഴുതാം. ഇപ്പം അഥവാ സ്ക്വയർ നമ്പർ കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5607 - 131 ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സ്ക്വയർ നമ്പറും കൂടി എഴുതി വെക്കാം. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ, അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ എന്താണെന്ന് അറിയാം. ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ എന്താണ്? ഈക്വൽ ടു 9999 ആണെന്ന് നമുക്കറിയാം. ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ 9999 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെക്കാട്ടും എത്ര വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പോലെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ കിട്ടും. എങ്ങനെയാണ് ചെയ്ത് നോക്കാം. 9999 അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, രണ്ടെണ്ണമായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ബാർ ഇട്ടു. 99നെക്കാളും താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാ? 99നെക്കാൾ താഴെയുള്ളത് 9 9s are 81. അപ്പം 18 നമുക്ക് അവിടെ എഴുതാം. 18 + 81 ആണ് 99. എന്നിട്ടോ അടുത്ത രണ്ടെണ്ണം, അടുത്ത ബാർ താഴേക്ക് ഇടാം. അപ്പോൾ 1899 കിട്ടി. 9ന്റെ ഡബിൾ എന്താ? 18 ആണ് അല്ലേ? 18 ഒരു ബ്ലാങ്ക് ഇട്ട് വെച്ചു. ഈ ബ്ലാങ്കിൻ്റെ അവിടെയുള്ള നമ്പറും ഇവിടെ ഉള്ള നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ബ്ലാങ്കിൻ്റെ അതേ നമ്പർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതോ അല്ല ഇതിനെക്കാട്ട് താഴെയുള്ള നമ്പറോ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 189 എന്ന് കൊടുക്കാം. 189 × 9 എന്താണ്? 189 × 9 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 9 9s are 81, 8 8 9s are 72, 72 + 8 പറഞ്ഞാൽ 90, അല്ല 72 + 8 പറഞ്ഞാൽ 80, 8 1 9s are 9 + 17, 17 not 1, 17 not 1. ഇതിനെക്കാളും കൂടുതലുള്ള വാല്യൂ പറ്റുമോ? 1 ഇവിടെ 18 നമ്മൾ കളയണം. അപ്പം നമുക്ക് പറ്റില്ല. മാക്സിമം നമ്മൾ ഇട്ട് കൊടുത്തു. 9 വരെ നമ്മൾ ഇട്ട് കൊടുത്തു. 9 എടുത്തു, ഇവിടെ 9 ഇട്ടു. അപ്പോൾ നമുക്ക് 1701 കിട്ടി. ഇത് നമ്മൾ മൈനസ് ചെയ്ത് നോക്കാം. എത്രയാ? 8 9 1 198 ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. എന്തെന്ന്? 9999 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രേറ്റസ്റ്റ് 4-digit സ്ക്വയർ നമ്പർ കിട്ടും. ഗ്രേറ്റസ്റ്റ് 4-digit സ്ക്വയർ നമ്പർ ഈക്വൽ ടു 9999 മൈനസ് 198. എന്താണ്? 1089.
9801 ആണ് നമ്മളുടെ സ്ക്വയർ നമ്പർ. അതിന്റെ സ്ക്വയർ റൂട്ട് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 9801 നമ്മൾ ഇപ്പൊ ചെയ്ത് കണ്ടു. ഈ റിമൈൻഡർ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 99 ആണ് സ്ക്വയർ റൂട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് 99 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു 1300 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റൗണ്ട് ഡിവിഷൻ മെത്തേഡ് തന്നെ ചെയ്യാം. 1300 ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ബാറിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. 13നെക്കാളും ചെറുതായിട്ടുള്ള സ്ക്വയർ നമ്പർ ഏതാണ്? 9 ആണുള്ളത്. 9 പറഞ്ഞാൽ 3 × 3 ആണ് നമുക്ക് 9. അപ്പോൾ 9 400 3 ഡബിൾ ചെയ്തു. അപ്പം 6 വന്നു. 60 സംതിങ് ഇൻറ്റു എത്രയാണ്? 66 × 6 നമുക്ക് എന്ത് ചെയ്തു നോക്കാം. 66 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 6 are 36 3 6 6 are 36 39 396. അതിനെക്കാളും മുകളിൽ പോവില്ല. അപ്പം 6 തന്നെ നമ്മൾ കിട്ടും. 66 × 6 എന്ന് പറഞ്ഞാൽ 396 ആണെന്ന് നമുക്കറിയാം. ബാക്കി 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 36 സ്ക്വയർ ലെസ് ദാൻ 1300 എന്ന് കിട്ടി. അപ്പം 37 സ്ക്വയർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1300. എന്താണ് ആഡ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ 37 സ്ക്വയർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 37 സ്ക്വയർ എന്താ? 37 × 37. അത് നമ്മളൊന്ന് കണ്ടെത്തണം. 37 സ്ക്വയർ ഈക്വൽ ടു 30 + 7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ? 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 + 7 സ്ക്വയർ പറഞ്ഞാൽ 49 + 2 × 30 × 7 2 × 30 × 7 എന്ന് പറഞ്ഞാൽ 900 + 49 + 2 × 30 60 × 7 420 1369. 37 സ്ക്വയർ ഈക്വൽ ടു 1369 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1369 മൈനസ് 1300 എന്താണ്? 69 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. എന്തിന്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം 69 ഈസ് ടു ബി ആഡഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? 1369. അതിന്റെ സ്ക്വയർ റൂട്ട് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു 37. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് ഡെസിമൽസ് ടോപ്പിക്കാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 17.64 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡെസിമൽ അല്ലാത്ത വാല്യൂസ്, അതായത് ഇന്റഗ്രൽ പാർട്ടിനൊക്കെ നമ്മൾ നേരത്തെ പോലെ തന്നെ ബാറിട്ട് നീങ്ങും. ഇന്റഗ്രൽ പാർട്ടിനൊക്കെ നേരത്തെ പോലെ തന്നെ ബാറിടും, അതായത് റൈറ്റ് മുതൽ ലെഫ്റ്റിലേക്ക് വരെ. പിന്നെ ഡെസിമൽ പാർട്ടിലോ? ഡെസിമൽ പാർട്ട് ലെഫ്റ്റ് മുതൽ റൈറ്റിലേക്ക് വരെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2 വീതം ബാറിടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 17നെക്കാളും ചെറുതായിട്ടുള്ള സ്ക്വയർ ഏതാ? 16 ആണ്. അപ്പം 4 16 1.64 കിട്ടി. 1.64 കിട്ടി. അപ്പം നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? 4ന് ഡബിൾ നമ്മൾ ചെയ്യും. 8. 4ന് ഡബിൾ എടുത്ത് 8 എടുത്തിട്ട് ഇവിടെ ബ്ലാങ്ക് ഇടാം. അപ്പോൾ 82 × 2 എന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 164 കിട്ടും. അപ്പം നമുക്ക് എന്ത് പറയാം? 82 × 2 ആണ് ഇവിടെ ഉള്ളതെന്ന് പറയാം. 1.64. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ഉത്തരം കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്തു പോവാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 12.25. 12.25ന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ്? ആദ്യം നമ്മൾ 12.25 എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ പോയിന്റ് ശേഷമുള്ളത് ലെഫ്റ്റ് മുതൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ബാർ ഇട്ട് ഇവിടെ 2 രീതിയിലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒരു ബാർ മാത്രമേ ഉള്ളൂ. ഇനി ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് മുതൽ നമ്മൾ ബാർ ഇടും. അപ്പം 12.25 നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. 12 ചെറിയ സ്ക്വയർ ഏതാണുള്ളത്? 9 ആണുള്ളത്. അപ്പം 3 × 3 എന്താ? 9. അപ്പം നമുക്ക് 3 തന്നെ കിട്ടും. 325 3.25.
3ന്റെ ഡബിൾ നമ്മൾ എഴുതും. എത്രയാ? 6. ഇത് നമ്മൾ ബ്ലാങ്ക് ഇടും. 65 × 5 എന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 65 × 5 എന്ന് പറഞ്ഞാൽ 5 5 25. 2 6 5 ആർ എത്രയാ? 30 32. അപ്പോൾ 3.25. ഇവിടെ 5 ഇവിടെ 5. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ഓഫ് എ സ്ക്വയർ പ്ലോട്ട് ഈസ് 2304 മീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ പ്ലോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? റൗണ്ടിഷൻ മെത്തേഡ് വഴി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. 2304. ഇത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇന്റഗ്രൽ പാർട്ട് അത് റൈറ്റ് സൈഡ് മുതൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഇതിൽ ഡെസിമൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡ് മുതൽ ഇന്റഗ്രൽ പാർട്ട് ഗ്രൂപ്പ് ചെയ്യും. കേട്ടോ? 23ന്റെ കാർഡും താഴെയുള്ള സ്ക്വയർ ഏതാണ്? 16 ആണുള്ളത്. അപ്പോൾ 4 × 4 16. 23 - 16 എത്രയാ? 7 ആണ്. 704 എന്ന് നമുക്ക് എഴുതാം. 4 × 2 എത്രയാ? 8 ആണ്. 8. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്ലാങ്ക് ഇട്ട് വെക്കും. 88. ഇവിടെ അവസാനം 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 88 × 8 ഒന്ന് ചെയ്ത് നോക്കാം. 88 × 8. 8 8s are 64. 8 8s are 64 plus 6. 64 plus 6. 704. അപ്പോൾ 704 തന്നെ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ 48. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ക്വയർ റൂട്ട്. സൈഡ് ഈക്വൽ ടു 48 മീറ്റർ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് ഈക്വൽ ടു 48 മീറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. There are 2401 students in a school. PT teacher wants them to stand in rows and columns such that the number of rows is equal to the number of columns. Find the number of rows. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 2401 സ്റ്റുഡൻസ് ഒരു സ്കൂളിലുണ്ട്. അവരെ ഒരു സ്ക്വയർ ആയിട്ട് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് റോസ് എന്താ? ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു എക്സ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ്? ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു 2401. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് എക്സ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2401ന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ബാർ ഇട്ടു. റൈറ്റ് മോസ്റ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ 2 വീതമുള്ള ബാർ ഇട്ട് വെച്ചു. 24നെക്കാളും താഴെയുള്ള സ്ക്വയർ ഏതാണ്? 16 ആണുള്ളത്. അപ്പൊ 4 4s are 16. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 16 അവിടെ എഴുതി. അപ്പൊ 16 + 8 ആണ് 24. അപ്പൊ 801 കിട്ടി. 4 × 2 പറഞ്ഞാൽ 8. 8ഉം ബ്ലാങ്ക് ഇട്ട് വെച്ചു. ഈ ബ്ലാങ്കിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാല്യൂ ഇട്ട് വെക്കണം. 1 അവിടെ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 9 × 9 അല്ലെങ്കിൽ 1 × 1 ചെയ്താലാണ് അവിടെ 1 വരാം. അപ്പം 89 × 9 ചെയ്ത് നോക്കാം. അല്ല, 9 9s are 81. 8 9s are എത്രയാ? 72 + 8 801. 801 അവിടെ കിട്ടി. ഇവിടെ എത്രയാണ്? 89 × 9. ഇങ്ങനെ ഉത്തരം കിട്ടി. അപ്പം നമുക്ക് എന്താ? എക്സ് ഈക്വൽ ടു 49 ആണ് നമ്മളുടെ ഉത്തരം.